സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു നമ്മൾ ഉപയോഗിക്കുന്നത് 240 mm² കേബിളാണ്. 240 mm² കേബിളിന് സൂട്ടായിട്ടുള്ള ഗ്ലാൻഡ് എന്ന് പറയുന്നത് 63 ആണ്. 63യുടെ ലാർജ് സൈസ്. സ്മോൾ സൈസ് നമ്മൾ ഉപയോഗിക്കുന്നത് 185-നൊക്കെയാണ്. ഓക്കെ, തന്നെ ഒരു എർത്ത് ടാഗ് ഉണ്ടാവും കേബിളിൻ്റെ ഗ്ലാൻഡിൻ്റെ കൂടെ, അതുപോലെ തന്നെ ഒരു ഷൗഡും ഉണ്ടാവും. ദെൻ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ഓപ്ഷൻ ഉണ്ടാവുക. 2 പാർട്ടുണ്ട് ഇതിന്. 2 പാർട്ടിനെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആർമേഡ് ലോക്ക് ചെയ്ത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിങ് ഉണ്ട്. ദെൻ ആ റിങ് ആർമർ ലോക്കാക്കി ആ റിങ് വെച്ച് ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ മുകളിലത്തെ ആ ഒരു പോർഷൻ അതിനകത്ത് ടൈറ്റ് ചെയ്യുമ്പോൾ ആ കേബിൾ അതിനകത്ത് ലോക്കായി നിൽക്കുന്നു. ഇതിൻ്റെ മുകൾ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള ആ ഭാഗം ടൈറ്റ് ചെയ്യുമ്പോൾ അതിനകത്തൊരു ഗ്യാസ്കറ്റ് ഉണ്ട്. അത് വെച്ചിട്ടും അതും ടൈറ്റ് ആവുന്നതോടുകൂടി ഡബിൾ ടൈറ്റായി ആ കേബിൾ ടൈറ്റ് ആയിട്ടിരിക്കും. ദെൻ നമ്മൾ DB-ലിട്ട് അല്ലെങ്കിൽ SNDB-ൽ ഇട്ടതിന് ശേഷം ഒരു എർത്ത് ടാഗ് ഇടുന്നു. അതിന് ശേഷം നമ്മൾ ലോക്ക് നട്ട് അല്ലെങ്കിൽ ചെക്ക് നട്ട് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്തിട്ട് അതിനെ ഫിക്സ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ഗ്ലാൻഡിൻ്റെ ഒരു സിമ്പിൾ എക്സ്പ്ലനേഷൻ. നമുക്കിനി ഗ്ലാൻഡിങ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് കേബിൾ ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കണം. ഇവിടെ കേബിൾ കട്ട് ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഹൈഡ്രോളിക് കട്ടറാണ്. ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും സൈസ് കേബിൾ, ഇപ്പോൾ നമുക്ക് കേബിൾ പുള്ള് ചെയ്യുമ്പോൾ ഇച്ചിരി കൂടുതലായിരിക്കും പുള്ളായിട്ട് വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ അത് അത്രയും ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഹെക്സോ ബ്ലേഡൊക്കെ ഉപയോഗിച്ച് കട്ട് ചെയ്യുമ്പോൾ ഒത്തിരി സമയം എടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോർമൽ ഇൻഡസ്ട്രിയിലൊക്കെ ഉപയോഗിക്കുന്ന ഹൈഡ്രോളിക് കട്ടേഴ്സാണ്, അല്ലെങ്കിൽ മെഷീൻ കട്ടേഴ്സ് ഉപയോഗിക്കുന്നു. ഹൈഡ്രോളിക് കട്ടറിൻ്റെ ജാക്കിൽ നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തൊരു ബ്ലേഡ് ഉണ്ട്. ആ ബ്ലേഡ് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ടൈറ്റായി വന്നിട്ട് കേബിൾ അതിനകത്ത് അത്ര മാക്സിമം പ്രഷർ കയറിയിട്ട് ആ കേബിൾ കട്ടാവും. മാക്സിമം ടൈറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ മാക്സിമം ടൈറ്റായി കഴിഞ്ഞാൽ അത് കട്ടായി. ഓക്കെ, ഇപ്പോൾ കേബിൾ കട്ടായിട്ടുണ്ട്. ഇപ്പം നമുക്ക് ആവശ്യമുള്ള കേബിൾ നമ്മൾ കട്ട് ചെയ്തെടുത്തു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഗ്ലാൻഡിൻ്റെ വേണ്ട എവിടെ എത്രയും ഗ്ലാൻഡിങ് ചെയ്യണോ അത്രയും ഭാഗം നമ്മളൊരു റോപ്പ് വെച്ചിട്ട് ആദ്യം SNDB-ൽ മെഷർ ചെയ്യുന്നു. ആ സെയിം മെഷർമെൻറ്റ് നമ്മൾ കേബിളിൽ മെഷർ ചെയ്തിട്ട് അവിടെ നമ്മളൊരു ടൈ ഇൻസ്റ്റാൾ ചെയ്യും. ഒരു ടൈറ്റ് ചെയ്ത് വെക്കുന്നു, ഒരു മാർക്കിംഗ് പോലെ. അതിൻ്റെ ശേഷം നമ്മൾ അവിടെ കട്ട് ചെയ്യണം. ഈ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആർമർ ഫുള്ളായിട്ട് കട്ടാവരുത്. മീൻസ് ആർമറിലൊരു ലൈന് വീഴണം, എന്നാൽ പുറത്തുള്ള ഈ ഒരു ഔട്ടർ ഷീത്ത് ഫുള്ളായിട്ട് കട്ടാവുകയും വേണം. അങ്ങനെയാണ് നമ്മളിത് കട്ട് ചെയ്യേണ്ടത്. അതിനകത്ത് ആർമറിൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിന് ആർമർ ഫുള്ളായിട്ട് കട്ടായിട്ട് കേബിൾ ഡാമേജ് ആവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ആർമറിൽ ഒരു ലൈന് വരുന്ന രൂപത്തിൽ നമ്മൾ ഫുള്ളായിട്ട് റൗണ്ടായിട്ട് ഇത് കട്ട് ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പ് നമ്മൾ അതിന് ഒരു നൈഫ് ഉപയോഗിച്ചിട്ട് ഔട്ടർ ഷീത്ത് റിമൂവ് ചെയ്യാന്നുള്ളതാണ്. അതിനകത്ത് ഔട്ടർ ഷീത്തിൻ്റെ ആ ഒരു എൻഡിൽ നമുക്ക് കട്ട് ചെയ്ത് പിടിച്ചിട്ട് താഴോട്ട് നന്നായിട്ട് വലിച്ചു കഴിഞ്ഞാൽ ആ ഔട്ടർ ഷീത്ത് റിമൂവ് ചെയ്ത് ശ്രദ്ധിക്കണം. നമ്മൾ ടുവാർഡ്സ് നമ്മളെ നേരെ നിന്ന് ചെയ്യരുത്. അപ്പോൾ നൈഫ് സ്ലിപ്പായി കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചുറി വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ഓപ്പോസിറ്റ് പുഷ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ. ദെൻ ഔട്ടർ ഷീത്ത് റിമൂവ് ചെയ്യുന്നു. ഔട്ടർ ഷീത്ത് റിമൂവ് ചെയ്ത് അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ആർമർ റിമൂവ് ചെയ്യുക എന്നുള്ള നെക്സ്റ്റ് പ്രോസസ്സാണ്. ആർമർ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആർമറിൻ്റെ ഓരോ സ്മോൾ ബഞ്ചസ് ഉണ്ടാവും. ആ ബഞ്ചസ് ആയിട്ട് ഇങ്ങനെ തന്നെ അതിനകത്ത് നിന്ന് റിമൂവ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ ലാസ്റ്റ് എൻഡിൽ നമ്മൾ പറഞ്ഞു ഈ ആർമർ നേരത്തെ കട്ട് ചെയ്ത സമയത്ത് ഒരു ലൈൻ അതിനകത്ത് വീണിട്ടുണ്ടാകും. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ജസ്റ്റ് ഫോൾഡ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലായിട്ട് കട്ടാവും. അങ്ങനെ നമുക്ക് എല്ലാ ആർമറും അതിനകത്ത് നിന്ന് റിമൂവ് ചെയ്യണം. ആർമറിൻ്റെ എല്ലാ സ്ട്രാൻഡ്സും ഫുള്ളായിട്ട് റിമൂവ് ചെയ്യണം. ഇപ്പോൾ ആർമർ പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്തിരിക്കുകയാണ്. റിമൂവ് ചെയ്ത ശേഷം നമ്മൾ ഒരു ഹാമർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഷാർപ്പായിട്ടുള്ള എഡ്ജസൊക്കെ നമ്മളൊന്ന് ഹാമർ ചെയ്ത് വെക്കണം. ദെൻ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ കണ്ട പ്രൊട്ടക്റ്റീവ് കവറായിട്ടുള്ള ഷൗഡില്ലേ അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ എൻഡിലെ പോർഷൻ കേബിളിൽ കയറേണ്ട അത്രയും ഭാഗം കട്ട് ചെയ്തതിന് ശേഷം നമ്മളത് കേബിളിനകത്തിട്ട് ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കണം. കേബിളിനകത്തിട്ട് അത് മാക്സിമം മുകളിലോട്ട് കയറ്റി വെച്ചതിന് ശേഷം അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അതിനകത്ത് നമ്മൾ ഗ്ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത്രയും ഭാഗം നമുക്കൊന്ന് ഇൻസുലേഷൻ റിമൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇച്ചിരി മുകളിലോട്ടായിട്ട് ഇത്രയും പോർഷൻ നമുക്ക് ആർമർ ഗ്ലാൻഡ് ലോക്ക് ചെയ്യാനുള്ള അത്രയും ഭാഗം ഒന്ന് ടൈ അടിച്ച് വെക്കുക. അതിനുശേഷം അത്രയും ഭാഗത്തിൽ ഔട്ടർ ഷീത്ത് റിമൂവ് ചെയ്യുക. അപ്പോൾ ഔട്ടർ ഷീത്ത് റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഗ്ലാൻഡിൻ്റെ ഫസ്റ്റ് ടോപ്പ് പോർഷൻ, അതായത് ഗ്യാസ്കറ്റുള്ള ആ ഭാഗം നമ്മൾ ആദ്യം മുകളിൽ ഗ്ലാൻഡിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കണം നമുക്ക് ഗ്ലാൻഡ് ചെയ്യാൻ വേണ്ടതിന് ശേഷം. എന്നിട്ട് നമ്മൾ ലോക്ക് ചെയ്യാനുള്ള ആ സെക്കൻഡ് പോർഷൻ, അതായത് ഗ്ലാൻഡിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ ഇതിനകത്ത് ലോക്ക് ചെയ്യേണ്ടത്. ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇപ്പോൾ അതിൻ്റെ അകത്തുള്ള ഇന്നർ ഷീത്തും നമ്മൾ ആർമറുമായിട്ട് ഒരു ഗ്യാപ്പ് വേണം നമുക്ക് ഗ്ലാൻഡ് കയറുന്നത്. അതിന് ജസ്റ്റ്
സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമ്മൾ ആ എൻഡിൽ ഇങ്ങനെ ചെറുതായിട്ട് നടിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ഗ്യാപ്പ് വീഴും. ഇനി ഗ്യാപ്പ് ഒന്നുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറിയ നൈലോണിലോ റോപ്പോ എന്തെങ്കിലും വെച്ചിട്ട് അതിനകത്ത് നന്നായിട്ട് പുഷ് ചെയ്ത് അകത്ത് കയറ്റി കഴിയുമ്പോൾ കറക്റ്റ് റൗണ്ടിൽ നമുക്കൊരു ഗ്യാപ്പ് അവിടെ ഫോം ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ ആ ഗ്യാപ്പിലാണ് നമ്മൾ ഗ്ലാൻഡിൻ്റെ ആ ഒരു ഓപ്ഷൻ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ആ ഭാഗം ആ ഗ്യാപ്പ് നമുക്ക് കറക്റ്റ് കിട്ടി, ആ റോപ്പ്